ഹായ് ഓൾ. റെയിൽവേയിലെ ഒരു ജോലി ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്നമാണ്. അങ്ങനെ ടെക്നിക്കൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇക്കുറി വേക്കൻസിയുടെ ഡീറ്റെയിൽസ് വന്നപ്പോൾ അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാളും കൂടുതൽ വേക്കൻസികളാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഏതാണ്ട് 59% സീറ്റുകൾ അല്ലെങ്കിൽ എണ്ണം കൂടിയിരിക്കുകയാണ്. അതായത് പോസ്റ്റുകളുടെ എണ്ണം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എണ്ണം കൂടിയിരിക്കുകയാണ്. അതായത് മൊത്തത്തിലുള്ള വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ 4098 വേക്കൻസിയാണ്. അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോസ്റ്റുകൾക്ക് തന്നെ 614 പോസ്റ്റുകൾ റിസർവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കേവലം 2570 പോസ്റ്റുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇക്കുറി ആണ് ഏതാണ്ട് അതിന് ഇരട്ടിയോളം പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. അതായത് 4098 പോസ്റ്റുകൾ വന്നിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനിയും ഇലക്ട്രിക്കൽ വേക്കൻസിയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ 2025 489 വേക്കൻസികൾ മാത്രമായിരുന്നു. എന്നാൽ ഇക്കുറി അത് 614 ഉയർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ വളരെയധികം ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉള്ള ഒരു എക്സാമിനേഷൻ ആണ് ഈ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സ്ട്രീമിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇനിയും ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ആദ്യത്തെ കാര്യം. ഇതിൽ പ്രധാനമായിട്ടും ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. അതുകൊണ്ട് തന്നെ ഡിപ്ലോമക്കാർക്ക് മാത്രമല്ല ബിടെക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഇതിൽ പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള 2 കൂട്ടർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി ഇതിന്റെ പേ സ്കെയിലാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 35,400 എന്നൊരു സാലറിയാണ് റെയിൽവേ പറയുന്നതെങ്കിൽ പോലും ഇൻഹാൻഡ് സാലറി വലിയ തുക തന്നെ കിട്ടും. കാരണം റെയിൽവേ പൊതുവെ ബേസിക് സാലറിയുടെ ഇരട്ടി DAയും ബാക്കിയുള്ള അലവൻസും എല്ലാം കൂടെ ചേർത്ത് വലിയൊരു തുക വരുന്ന ഒരു സ്ട്രക്ചറാണ് പൊതുവെ റെയിൽവേക്കുള്ളത്. ഇനിയും സെലക്ഷൻ പ്രോസസ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് CBT 1 സ്റ്റേജ് 1 ആണ്. ഇതൊരു സ്ക്രീനിങ് റൗണ്ട് ആണ്. ഇവിടെ പ്രധാനമായിട്ടും ജനറൽ അവയർനെസ്, ഫിസിക്സ്, മാത്സ്, ജനറൽ ഇന്റലിജൻസ് എല്ലാം ഇവിടെ ചോദ്യമായിട്ട് വരും. എന്നാൽ CBT 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ടെക്നിക്കൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ചോദ്യങ്ങളാണ് വരുന്നത്. ഇനിയും അതിനുശേഷം റെയിൽവേക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. മെഡിക്കൽ എക്സാമിനേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരള PSCയിലൊന്നും ഉള്ളതുപോലെയല്ല ഇവിടുത്തെ മെഡിക്കൽ എക്സാമിനേഷൻ. റെയിൽവേയുടെ തന്നെ മെഡിക്കൽ ബോർഡ് ആയിരിക്കും നിങ്ങളെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നുള്ളതാണ്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട്. RRB JEE 2026 കോഴ്സ് റേണസ്റ്റ് അക്കാഡമി സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ജോലി, അതും റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.